ഞാൻ്റെ ഉമ്മായി ഫാത്തിമ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ കൊല്ലം വരാൻ എന്തിനോ ചുമ്മാ കറക്കാന്നേ. ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ വാപ്പായും ഉമ്മായിക്കായിട്ടോ ഒരു കുഞ്ഞ് കറക്കും കേട്ടോ. എല്ലാ വർഷം മുമ്പോഴും ഒന്ന് ചെറുതായിട്ട് ഞങ്ങൾ കറങ്ങാൻ പോകും കേട്ടോ. പക്ഷെ ഇത്തവണ ഞങ്ങൾക്ക് പോകാൻ പറ്റിയൊരു സാഹചര്യം അല്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലേ സർജറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം ഇഷതി കുറച്ച് ഓക്കെ ആയി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ദൂരോട്ടൊന്നുമല്ല, കൊല്ലത്തൊന്നും ഒന്ന് കൊല്ലം വരെ പോവാണ്. ഒരു ലഞ്ച് പാപ്പമായിട്ടൊന്ന് പാർക്കിൽ ഒക്കെ കഴിഞ്ഞ് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നാട്ടിൽ വന്നിട്ടുള്ള വീഡിയോ കാണണമെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതുകൊണ്ട് എടുക്കുകയാണ് കേട്ടോ കുഞ്ഞു വീഡിയോ. അപ്പോൾ അവരെല്ലാം റെഡി ആവുകയാണ്. ഞങ്ങൾ എൻ്റെ റെഡി ആയിട്ടിരിക്കുകയാണ്. എൻ്റെ ചുരിദാർ കൊള്ളാവോ? പിന്നെ ഫാത്തിമയുടെ ചുരിദാർ കേട്ടോ. കൊള്ളാങ്കി കമൻറ്റ് വേണേ. റെഡാണ് കേട്ടോ, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ്. മോജി ഒന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉമ്മേ. അപ്പോൾ ഞങ്ങൾ അവരെല്ലാം കാത്തിരിക്കുവാണ് കേട്ടോ. അവരെല്ലാം റെഡി ആവുക. വാപ്പ വേണ്ടേ റെഡി ആയിട്ട് നമ്മളെവിടെ പോവാ? കൊല്ലം വരാൻ എന്തിനോ ചുമ്മാ കറക്കാന്നേ. ചുമ്മാ ഇറങ്ങാൻ പോട്ടാ, കുമ്മാണ് ഇറങ്ങാൻ പോയി. എന്നിട്ട് ഞാൻ ജോലിക്ക് പോവാ, ഞാൻ വരുന്നില്ല. നീ അങ്ങനെ പിടിയാലെ കൊണ്ടുവന്ന കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ പൊക്കോ, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് അങ്ങനെ ഇപ്പൊ പോകണ്ട, ഒരു ദിവസം മുഴുവായിട്ട് വന്നിട്ടുള്ള ഓട്ടം മതി എന്ന് പറഞ്ഞു. ഇല്ലേ? അപ്പൊ ഞങ്ങള് ഉമ്മായി റെഡി ആയിട്ടില്ല. ഒപ്പം ഉമ്മായിട്ട് റെഡി ആയിട്ട് ഞങ്ങള് പോവാം. മക്കളെ എല്ലാവരും കാക്കട്ടെ. ഞാൻ്റെ ഉമ്മായി ഫാത്തിമ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും പോയിട്ട് വരട്ടെ. ഞാൻ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളെ കാണാം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കൊല്ലത്തായിട്ട് പോവുകയാണ് കേട്ടോ. എല്ലാ തവണ വരുമ്പോഴും ഒരു തവണയെങ്കിലും കൊല്ലത്ത് നമ്മൾ പോയിട്ടൊന്നു മട്ടൻ ബിരിയാണി കഴിക്കാൻ പോകും കേട്ടോ. വാപ്പാക്കും ഉമ്മാക്കും ആണെങ്കിലും കൊല്ലത്ത് റമീസിലുള്ള മട്ടൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എല്ലാ തവണ വരുമ്പോഴും ആങ്ങളെയും ഞാനും എല്ലാവരും കാണും കേട്ടോ. ഇത്തവണ ഇല്ല. അപ്പം ആങ്ങളെയാണെങ്കിൽ ഞങ്ങൾ പോകുന്ന വഴിക്ക് വിളിക്കുക. എപ്പോഴും ഇത്തവണ എപ്പോൾ നാട്ടിൽ വന്നാലും ഫുള്ള് കറങ്ങാൻ പോകും കേട്ടോ. പക്ഷേ ഇത്തവണ മാത്രമേ ഉള്ളൂ എങ്ങും പോകാഞ്ഞത്. കാരണം ഞാൻ പറഞ്ഞില്ലായിരുന്നു, എമർജൻസി ആയിട്ട് പോയതുകൊണ്ട് പിന്നെ 20 ദിവസം ഉള്ളതുകൊണ്ട് എങ്ങും പോകാൻ പറ്റില്ല കേട്ടോ. എന്നാലും വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഭയങ്കര ബോറിങ്ങാണ്. എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണമെന്ന് തോന്നും. ആകെ പോയൊരു ബീച്ചിലും പിന്നെ ഈ ഒരു ഇതിനുമാണ് കേട്ടോ. പിന്നെ ഇടയ്ക്കൊന്ന് എനിക്കാണെങ്കിൽ കുറച്ച് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഓൺലൈനായിട്ട് ഡ്രസ്സ് തുടങ്ങിയിട്ടുണ്ട്. ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി നമ്മൾ പോയിരുന്നു കേട്ടോ. അങ്ങനെ കുറേ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഈ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. ഞാൻ തിരിച്ചു വന്നപ്പോൾ നല്ല ജോലിയും തിരക്കും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ 1 by 1 ആയിട്ട് ഡ്രസ്സിൻ്റെ എല്ലാം ഇടണം. എൻ്റെ ഒരു പുതിയ നെക്സ്റ്റ് ഷിപ്മെൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഇനിയിപ്പോൾ എടുക്കാൻ പോകണം. അപ്പോൾ അതിൻ്റെ കളക്ഷൻസൊക്കെ വരുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പം അതിനകത്ത് വെസ്റ്റേൺ ടൈപ്പ് ഉണ്ട്, അതുപോലെ പിന്നെ ചുരിദാർ മെറ്റീരിയലുണ്ട്, ചുരിദാറുണ്ട്, 3 പീസ് ഉണ്ട്, കോട്ട് സെറ്റ് ഉണ്ട്, എല്ലാ ടൈപ്പും ഉണ്ട്. അപ്പം കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു എനിക്ക്. പിന്നെ എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ്സായിട്ട് ഇങ്ങനെ ചെയ്യണമെന്നിട്ട് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഞാൻ പിന്നെ ഇങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം പിന്നെ ഇപ്പം ഞാൻ ഞാൻ വാട്സപ്പ് നമ്പർ ഞാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ വാട്സപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ എന്തായാലും കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ നമ്മളങ്ങനെ റെസ്റ്റോറൻറ്റിൽ വന്ന് ചോറ് ഫുഡ് കഴിച്ചിട്ടോ. മട്ടൻ ബിരിയാണി ഞാൻ പറഞ്ഞില്ലേ, മട്ടൻ ബിരിയാണി വാപ്പാക്കും മകൾക്ക് മട്ടൻ ബിരിയാണി നല്ല ഇഷ്ടമാണെന്ന്. അങ്ങനെ കഴിച്ചു. അതിനുശേഷം പിന്നെ ഫ്രൂട്ട് സലാഡ് വാങ്ങിച്ചു കേട്ടോ. ഫ്രൂട്ട് സലാഡ് നമ്മൾ പിന്നെ ഫാത്തിമയ്ക്കാണെങ്കിലും ഇപ്പം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് അധികം മധുരമൊന്നും കഴിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 2-3 വാങ്ങിച്ചിട്ട് ഷെയർ ചെയ്താൽ കഴിച്ചേട്ടാ. മധുരം എപ്പോഴും നല്ലതല്ലല്ലോ. നാട്ടിൽ പോകുമ്പോൾ കുറേ ഫുഡുകൾ കഴിക്കട്ടെ. ഫുഡ് കഴിച്ച് ഞാൻ തിരിച്ചു വന്നപ്പോഴാണെങ്കിലും സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയിട്ട് പോയി. 78 kg. എൻ്റെ അമ്മോ, ഞാൻ പെട്ട പാടി ഇവിടെ വന്നിട്ട് പിന്നെ കംപ്ലീറ്റ് വീണ്ടും ഷുഗറൊക്കെ കുറച്ച് കേട്ടോ. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചിപ്പം വർക്കൗട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് വണ്ണം എല്ലാം പോയി. നാട്ടിൽ പോയാൽ പിന്നെ ഉണ്ടല്ലോ ഈ വർക്കൗട്ടും കാര്യങ്ങളും ഒന്നും നടക്കത്തില്ല. ഉമ്മ ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഉമ്മ ഇങ്ങനെ വാരി തരുമ്പം വേണ്ടാന്ന് എങ്ങനെ പറയും, ഫുള്ള് കഴിപ്പോൾ വേറെ പണിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആന്തലസ് എന്നത് ഇവിടെ ഉള്ളതാണല്ലോ, അഡ്വഞ്ചർ പാർക്കിൽ പോയിട്ടോ. ഈ അഡ്വഞ്ചർ പാർക്ക് എന്ന് പറയുന്ന കൊല്ലത്തുള്ളൊരു പാർക്കാണേ. ഇവിടെ പണ്ട് നമ്മുടെ മനുവങ്കിൾ സിനിമയുടെയൊക്കെ ലൊക്കേഷൻ നടന്നൊരു സ്ഥലമാണ്. അവിടെ പോയി നമ്മൾ എപ്പോഴും ഞങ്ങളിവിടെ ഫുഡ് കഴിച്ചിട്ട് നേരെ അഡ്വഞ്ചർ പാർക്കിലാണ് പോകുന്നത്. അവിടെ കായലിൻ്റെ തീരത്ത് വന്നിരിക്കുമ്പോൾ ഭയങ്കര രസമാണ്, നല്ല കാറ്റും പിന്നെ ബോട്ട് പോകുന്നതൊക്കെ കാണാം കേട്ടോ. ബോട്ടിങ്ങിന് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ടല്ലോ, പിന്നെ നമുക്കറിയത്തില്ല കറക്റ്റ് ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുക്കുന്ന എവിടെയാണെന്ന്. കുറേ കിടന്ന് കറങ്ങി അവസാനം ബോട്ടങ്ങ് പോയി, അങ്ങനെ പോകാൻ പറ്റിയില്ല.
പിന്നെ അബ്ദുള്ളയാണെങ്കിൽ ജമ്പറും ഒക്കെ ഉണ്ടായിരുന്നു, അതിനകത്ത് കുറേ കളിച്ചു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പിന്നെ തിരിച്ചിറങ്ങുക കേട്ടോ. തിരിച്ച് ഞാനൊരു സോഡ നാരങ്ങ ഓടിച്ചു പുറത്തിറങ്ങിയിട്ട്. അവിടെ ഈ സോഡ ഞാൻ ഷെഫി നാട്ടിൽ പോലെ ഫുള്ളും കുടിക്കുന്ന സോഡ നാരങ്ങയാണ് കേട്ടോ. അവർ ഉപ്പും പഞ്ചസാര ഇട്ടുള്ള വെള്ളമല്ലേ നാരങ്ങ ഇട്ടിട്ട്, അത് കുടിക്കുമ്പോൾ സത്യം പറഞ്ഞൊരു എനർജി എപ്പോഴും കുടിക്കും. ഒരു ദിവസം ഇല്ല കുടിക്കാത്ത നാട്ടിൽ പോലും. അപ്പോൾ ഉമ്മ വഴക്കുറേ എന്നും ഇങ്ങനെ സോഡ നാരങ്ങ കുടിക്കരുതെന്ന് പറയും കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ച് നമുക്കൊന്ന് ഡെക്കാത്ലോണിൽ കയറണമായിരുന്നു കേട്ടോ. എനിക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങണമായിരുന്നു വർക്കൗട്ടിൻ്റെ, അങ്ങനെ 2-3 ടീഷർട്ടൊക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ പോയ വഴിക്കാണെങ്കിൽ ഉമ്മാക്ക് ചായ വേണമെന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് ചായയും പരിപ്പൂടെ എല്ലാം വാങ്ങിച്ചു. അതുമായിട്ട് പിന്നെ നമ്മൾ ഡെക്കാത്ലോണിൽ പോയി. അവിടുന്ന് പിന്നെ കുറേ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഷെഫിക്കൊരു ജാക്കറ്റ് വേണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഷെഫിക്കൊരു ജാക്കറ്റ് വാങ്ങിച്ചു. ഇവിടുത്തെ ജാക്കറ്റ് നല്ലതാണ് കേട്ടോ. അങ്ങനെ ഇവിടുന്ന് ജാക്കറ്റ് വാങ്ങിച്ച് ബില്ലൊക്കെ പേയ്മെൻറ്റ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പം ആകെ ഞാൻ നാട്ടിൽ പോയിട്ട് ഉമ്മയായിട്ടൊക്കെ പോയത് ഈ ഒരു 1 ഡേ ട്രിപ്പാണ് കേട്ടോ. കാരണം വാപ്പ ജോലിക്ക് പോകുന്നതുകൊണ്ട് വാപ്പായി ഞാൻ ഇടയ്ക്ക് വിളിക്കും, വാപ്പ ബീച്ചിലൊക്കെ പോവാം നമുക്ക് പോകാനൊക്കെ പറയും. വാപ്പ പറയോ വരുന്നില്ല. വാപ്പാക്ക് വെള്ളമൊക്കെ കണ്ടാൽ ഭയങ്കര പേടി, ഇങ്ങോട്ടും വരത്തില്ല. അപ്പോൾ ആകെ പോയത് ഇവിടെയാണ്. ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാ ഞാൻ അടുത്ത് വരുമ്പോൾ നമുക്കിങ്ങനെ കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നാട്ടിലെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ടാറ്റാ.